ചിലരെന്നോട് ചോദിക്കാറുണ്ട്, സാർ ഈ വേദവ്യാസന് എങ്ങനെയാ ഇത്രയും പുരാണം എഴുതാൻ പറ്റുക? വാൽമീകിക്ക് എങ്ങനെയാ ഇതൊക്കെ പറ്റുക? മാതാ അമൃതാനന്ദമയുടെ ആരാധകർ ചോദിക്കാറുണ്ട്, അമ്മ കൂടുതലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, 3ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, എങ്ങനെയാ അമ്മയ്ക്ക് ഇതൊക്കെ പറയാൻ സാധിക്കാം? സായിബാബയുടെ ആരാധകർ ചോദിക്കാറുണ്ട്, 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ച സായിബാബയ്ക്ക് ഇത്രയും സന്ദേശം കൊടുക്കാൻ സാധിക്കണം എങ്ങനെയാ? ശ്രീ രവിശങ്കർ ബിടെക് വരെ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക്സ്. ബിടെക് വരെ പഠിച്ച അദ്ദേഹത്തിന്റെ വിഷയം ഇതൊന്നും അല്ലല്ലോ, പിന്നെ എങ്ങനെയാ അവർക്കിത് പറയാൻ സാധിക്കാം? രാമകൃഷ്ണ പരമഹംസർക്ക് എങ്ങനെയാ വിവേകാനന്ദനെ ഉണ്ടാക്കാൻ സാധിച്ചത്? അദ്ദേഹം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ലേ? അതിനുത്തരമുണ്ട്. ആ ഉത്തരം എന്താ? ആദ്യം ഇവരെല്ലാം കുറേ കാര്യങ്ങൾ കേട്ടു പഠിച്ചു. ആദ്യം ഇവരെല്ലാം കുറേ കാര്യങ്ങൾ കേട്ട് പഠിച്ചു. പഠിച്ച് ക്രിട്ടിക്കൽ ലെവല് കഴിഞ്ഞപ്പോൾ പുറത്തു നിന്നുള്ള അറിവ് അകത്തേക്ക് പോകാതെ അകത്ത് നിന്നുള്ള അറിവ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അർത്ഥം മനസ്സിലായോ? പുറത്തു നിന്നുള്ള അറിവ് അകത്തേക്ക് പോയപ്പോഴായിരുന്നു അത് കോട്ട് ചെയ്തുകൊണ്ട് പലരും കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അത് കുറേ ലെവല് കഴിഞ്ഞപ്പോ പുറത്തു നിന്നുള്ള അറിവ് അകത്തേക്ക് പോയില്ലെങ്കിലും അകത്ത് നിന്നുള്ള അറിവ് പുറത്തേക്ക് വരും എന്ന അവസ്ഥ എത്തിയാൽ പിന്നെ നമ്മള് വളരാൻ തുടങ്ങി. അത്ര വരെ നിങ്ങൾ നിരന്തരം സന്ദേശങ്ങൾ കേൾക്കണം. ആ സന്ദേശങ്ങൾ കേൾക്കുന്നത് എന്തിനാണ്? മനസ്സിനകത്ത്, മസ്തിഷ്കത്തിനകത്തുള്ള അറിവിനെ ഒന്ന് ഇൻവിഗോറേറ്റ് ചെയ്യാൻ, ആക്ടിവേറ്റ് ചെയ്യാൻ ഇത് കേൾക്കണം. അപ്പൊ വേദമന്ത്രങ്ങൾ കേൾക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? വേദമന്ത്രങ്ങള് ശ്രുതിയോടുകൂടി പറയും. അതിന്റെ അർത്ഥം എന്താ? കഥ കേൾക്കുമ്പോ ചില ഭാഗങ്ങൾ വിട്ടുപോയി എന്ന് വരും, അനുഭവങ്ങൾ പറയുമ്പോ ചില ഭാഗങ്ങൾ വിട്ടുപോയി എന്ന് വരും, ശ്ലോകം പറയുമ്പോ ചില ഭാഗങ്ങള് വിട്ടുപോവില്ല. അപ്പൊ ശ്ലോകരൂപത്തില്, കവിതാരൂപത്തില്, കാവ്യരൂപത്തിൽ പറഞ്ഞാൽ അത് വിവരണങ്ങൾ തരുന്നതിനേക്കാളും കഥകൾ പറയുന്നതിനേക്കാളും സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിൽ നിലനിൽക്കും. അതിനെന്താ ഇംഗ്ലീഷിൽ പറയാ? ക്രാമിംഗ് സിസ്റ്റം. എന്താ ഇതിന് പറയാ? ക്രാമിംഗ് സിസ്റ്റം. അപ്പൊ വേദമന്ത്രങ്ങൾ പഠിച്ചാലുള്ള ഗുണം എന്താ? വേദമന്ത്രങ്ങൾ പഠിച്ചാൽ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങള് ശ്ലോകരൂപത്തില്, മന്ത്രരൂപത്തില് നമുക്കെപ്പോഴും മെമ്മറിയില് നിലനിർത്താൻ സാധിക്കും. അല്ലേ? ഒരാൾ എന്നോട് ചോദിച്ചു, ഈ മനുഷ്യന്റെ കുഴപ്പം എങ്ങനെയാ ഓർത്തിരിക്കുക? കുഞ്ഞൻ നമ്പ്യാര് ഒരു കവിത പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? എന്താ പറയാ? പെർഫെക്ഷൻ ഉള്ളവർ ഒന്നോ രണ്ടോ, അതിലൊരു രമ്യമൊരുത്തന് കാൽക്കൊരു മുടവുണ്ടവന് നടക്കുന്നേരം മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിലും ഒറ്റക്കണ്ണനായത് ദോഷം. ചേർച്ചകൾ പലതുണ്ടൊരുവന് കിഞ്ചിൽ പൂച്ചക്കണ്ണുണ്ടെന്നൊരു ദോഷം. അല്ലേ? എല്ലാം തികഞ്ഞ വിദ്വാൻ അവനുടെ വായിൽ പല്ലുകളൊന്നും കാണാനില്ല. നല്ലൊരു ഒരു എന്താ പറയാ, ഒരു കവിത. അനേകായിരം മനുഷ്യര്, ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവരൊന്നോ രണ്ടോ, ഉടലതിരമ്യമൊരുത്തന് കാൽക്കൊരു മുടവുണ്ടവന് നടക്കുന്നേരം മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിലും ഒറ്റക്കണ്ണൻ ആയത് ദോഷം. ഇതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? അതായത് പെർഫെക്ഷൻ ആർക്കും ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് പകരം ഈ കവിത ഒന്ന് പറഞ്ഞു നോക്കൂ. മറ്റേ ആള് പറയും, ഇപ്പൊ മനസ്സിലായി ഈ സാറേ എന്ന് ഇന്നസെന്റ് പറയണമാതിരി പറയും. എന്താ കാരണം? ഒരു ശ്ലോകത്തിൽ ഓർഡർ ആയിട്ടെല്ലാം നൽകിയിട്ടുണ്ട്. അതാണ് ഐകമത്യ സൂക്തത്തില് സംഗച്ഛധ്വം സംവാദധ്വം സംഭോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസതേ
സമാനോ മന്ത്ര സമിതി സമാനീ സമാനം മനസഃ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോഹവിഷാജുഹോമി സമാനമസ്തു ഓമനോ യഥാ ആവ സുസഹാസതി. എങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞാലും തെറ്റില്ല. എന്താ കാരണം? അതാണ് മന്ത്രത്തിന്റെ ഓർഡർ. അതാണ് മന്ത്രത്തിന്റെ ഓർഡർ. അപ്പോ വേദം പഠിക്കുന്നത് സന്ദേശങ്ങൾ ഓർമ്മിക്കാൻ, വേദം കേൾക്കുന്നത് തലച്ചോറിനകത്ത് മാറ്റം ഉണ്ടാവാൻ. ഞാൻ അടുത്ത കാലത്ത് കണ്ണൂരിൽ പോയി. 18 പ്രഭാഷണം, 4 ദിവസം 18 പ്രഭാഷണം. AKGയുടെ തറവാട് ക്ഷേത്രത്തിലും പോയി, പെരളശ്ശേരിയില്. നല്ല മഴ, കണ്ണൂര് അടിപൊളി മഴ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഒന്ന് മാർക്സിസ്റ്റുകാരുടെ കൂടാരാണ്, ഞാൻ പോയാൽ എന്താന്ന് അറിഞ്ഞൂടാ. ഏതായാലും നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചൊന്നും പറയണ്ട, തളിപ്പറമ്പും കൂത്തുപറമ്പും ഒക്കെ ഉള്ള സ്ഥലമാണ്. അറിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ തലയുടെ താഴെ ശരീരം കാണില്ല, അല്ലെങ്കിൽ ശരീരത്തിന്റെ മുകളിൽ തല കാണില്ല. തലയില്ലാത്ത ശരീരം കാണാൻ മഹാവൃത്തികേടാ. അതുകൊണ്ട് ശ്രദ്ധിച്ചു പറഞ്ഞാ മതി. മനസ്സിനകത്ത് പാർട്ടി പൊളിറ്റിക്സ് ഒന്നും പറഞ്ഞില്ല. ബാക്കി എല്ലാവരെയും കുറിച്ച് പറഞ്ഞു. ബാക്കി എല്ലാവരും എന്ന് വെച്ചാൽ വ്യക്തികളുടെ പേരെടുത്ത് പറയാതെ എല്ലാം പറഞ്ഞു. ഒരാൾക്ക് കുഴപ്പമില്ല. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം ഈ ബ്രാഹ്മണ്യം, വരേണ്യവർഗം, സവർണ മേധാവിത്വം എന്നെല്ലാം പറഞ്ഞ് നടക്കണില്ലേ? ഇനി സവർണര് ചെയ്യുന്നതെല്ലാം ഒന്ന് ചെയ്തു നോക്കാം. സവർണരാണല്ലോ വേദം പഠിക്കുന്നത്, നിങ്ങൾ പഠിച്ചു നോക്കാം. പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കേട്ടു നോക്കാം. എന്നിട്ട് നിലവിലുള്ള പല തെറ്റിദ്ധാരണകളെയും ശക്തമായി കൺസ്ട്രക്റ്റീവായിട്ട് എതിർത്ത് മുമ്പോട്ട് പോവാം. അപ്പൊ മനസ്സിനകത്ത് നിലനിന്നിരുന്ന ഒരു കവറ് അതങ്ങോട്ട് മാറിയപ്പോ ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും കേൾക്കണം എന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരുടെ മനസ്സിൽ പോലും മാറ്റം ഉണ്ടാക്കി.